മലയാളികളുടെ എന്നും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് കാവ്യ മാധവൻ. മികച്ച അഭിനയ പ്രകടനത്തിലൂടെ താരം നിരവധി ആരാധകരെ ഉണ്ടാക്കിയെടുത്തിരുന്നു. ഒരു കാലത്ത് യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള നായിക എന്ന നിലയിൽ കാവ്യ മാധവൻ ഉണ്ടാക്കിയെടുത്ത ആരാധക വൃന്ദം അത്രയേറെ അധികമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ മാധവൻ പടിപടിയായി കയറുകയായിരുന്നു കരിയറിൽ. സൂപ്പർ നായിക എന്ന ലേബൽ വരെ എത്തുകയും ചെയ്തു. അവിടെ നിന്ന് പക്ഷേ സംസ്ഥാന അവാർഡ് നേടിയ നിലയിലേക്ക് കാവ്യ വളരുന്നു. അഭിനേത്രി എന്ന നിലയിൽ, നർത്തകി എന്ന നിലയിലും കാവ്യയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായ കാവ്യ അവിടെ നിന്നാണ് സിനിമകളിൽ നിന്ന് ചവിട്ടുപടികൾ നടന്നു കയറിയത്. ഇന്ന് കാണുന്ന നിലയിലേക്ക് അവർ വളർന്നതും അതിന് വഴിമരുന്നിട്ടതും കൗമാര കലോത്സവം തന്നെയായിരുന്നു. പറഞ്ഞു വന്നത് കാവ്യമാധവൻ എന്ന നടിയെക്കുറിച്ചാണ്. ഒരു കാലത്ത് മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ കാവ്യമാധവൻ പക്ഷേ ഇന്ന് വെള്ളിത്തിരയിൽ സജീവമല്ല. കഴിഞ്ഞ 10 വർഷത്തോളമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് താരം. നടൻ ദിലീപുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷമാണ് കാവ്യ പൂർണ്ണമായി സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നത് തീരുമാനിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ദിലീപിന് അതിൽ യാതൊരു പങ്കുമില്ലെന്നാണ് കാവ്യ പലവട്ടം പറഞ്ഞത്. വിവാഹശേഷമുള്ള അഭിനയത്തിലെ ഇടവേള പൂർണ്ണമായും തന്റെ തീരുമാനവും താല്പര്യവും തീരുമാനമാണെന്നും കാവ്യ ആണയിടുമ്പോഴും ചില ആരാധകർ അത് വിശ്വാസത്തിന് കൂട്ടാറില്ല. അടുത്തിടെ കാവ്യ മാധവന്റെ ഫാൻസ് പേജിൽ ഫോട്ടോയ്ക്ക് താഴെ വന്ന കമന്റുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും. കാവ്യ 10 വർഷമായി അഭിനയം നിർത്തിയിട്ട് എന്നാണ് അതിൽ പറയുന്നത്. പലരും ഇത്ര വലിയൊരു ഇടവേള കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ പോലും കൂട്ടാക്കില്ലെന്നാണ് യാഥാർത്ഥ്യം. അതിന്റെ കാരണമായി അവർ പറയുന്നത് പഴയ സിനിമകളിൽ കാവ്യ മാധവന്റെ ജീവസുറ്റ പ്രകടനങ്ങളാണ്. നിശാൽ ചന്ദ്രയെ വിവാഹം ചെയ്ത് കാവ്യ പിന്നീട് കാര്യമായി സിനിമകളിൽ അഭിനയിച്ചിരുന്നില്ല. ഇടയ്ക്ക് പാപ്പി അപ്പച്ച എന്ന ദിലീപ് ചിത്രത്തിൽ നായികയായി തിരിച്ചുവരവ് നടത്തിയിരുന്നു. എന്നാൽ അധികം വൈകാതെ ഈ വിവാഹബന്ധം വേർപിരിഞ്ഞു. അതിനിടയിൽ 5 വർഷത്തോളം കാവ്യ മാധവൻ സിനിമകളിൽ വീണ്ടും നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ ദിലീപുമായി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് വിവാഹം. അതിനുശേഷം കാവ്യ മാധവൻ പിന്നീട് വെള്ളിത്തിരയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടില്ല. അതായത് ദിലീപ്, കാവ്യ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പിന്നെയും എന്ന ചിത്രമായിരുന്നു അവരുടെ അവസാന സിനിമ. സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്ത് ആയിരുന്നു കാവ്യ മാറി നിൽക്കാൻ തീരുമാനമെടുത്തത്. ദിലീപ് ആ തീരുമാനത്തിൽ പങ്കില്ലെന്ന് പറയുമ്പോഴും മഞ്ജുവിന്റെ ജീവിതം കൂടി ചേർത്തുകൊണ്ടാണ് പലരും അതിന് അഭിപ്രായം പറയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കാവ്യ മാധവൻ തന്റെ അഭിനയ ജീവിതം അവസാനിപ്പിക്കുമ്പോഴും ഇൻഡസ്ട്രിയിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായിരുന്നു. ഏകദേശം 30 മുതൽ 40 ലക്ഷം വരെ ആയിരുന്നു താരത്തിന്റെ പ്രതിഫലമായി കൈപ്പറ്റിയിരുന്നത്. ഒരു മലയാളി നടിയുടെ ഏറ്റവും കൂടുതൽ പ്രതിഫലങ്ങളിൽ ചിലതായിരുന്നു കാവ്യ അക്കാലത്ത് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ആരാധകർ പ്രതിക്കൂട്ടിലാക്കുന്നത് ദിലീപിനെ തന്നെയാണ്. ദിലീപ് വിചാരിച്ചാൽ കാവ്യയ്ക്ക് വീണ്ടും അഭിനയിക്കാൻ സാധിക്കുമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ മറ്റു ചിലരാവട്ടെ കാവ്യ കുടുംബിനി എന്ന ഉത്തരവാദിത്തത്തോടെ എടുക്കണമെന്നാണ് പറയുന്നത്.